Hi guys! ധാരാളം മുടി കൊഴിയുന്ന ആളാണോ നിങ്ങൾക്ക് മുടിയെ ഒട്ടും തന്നെ കെയർ ചെയ്യാനുള്ള ടൈം ഇല്ല, അതുപോലെ തന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ല, ഇനി അഥവാ ഉണ്ടാക്കി ഇട്ടാൽ തന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമാണ്, പ്രോപ്പറായിട്ട് കഴുകി കളയാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ട് ഒരു കിടിലനായിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ റെമഡിയാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഒരൊറ്റ തവണത്തേക്ക് നിങ്ങളിത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്കിത് ഒരുപാട് നാളത്തേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹെയർ പാക്കിന് വേണ്ടി ഒരുപാട് ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പിടിച്ചു കെട്ടി നിർത്തിയ പോലെ അവിടെ അങ്ങ് നിൽക്കും കേട്ടോ. ഒരു മുടി പോലും കൊഴിയത്തില്ല. നിങ്ങളുടെ മുടി നല്ല പട്ടുപോലെ ഷൈനിങ് ആയിട്ട് നല്ല കറുപ്പോട് കൂടിയിട്ട് ഉള്ളോട് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ കറിവേപ്പില തന്നെയാണ് താരം. കറിവേപ്പില മാത്രമല്ല, ഇതിനകത്തേക്ക് നമ്മൾ ഇനിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, പറിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില നമ്മൾ ചൂടായിട്ടുള്ള ഒരു കടായിലോട്ടേക്ക് അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് സോട്ട് ചെയ്യാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ആരും ഇടരുത്, മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കണമെങ്കിൽ അങ്ങനെ ഉണക്കിയെടുക്കാം. നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് വരണം. ഞാനിപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ എടുത്ത് ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് ആ കറിവേപ്പിലേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ. ആ രീതിക്ക് വേണം നിങ്ങളിത് ചൂടാക്കി എടുത്തുകൊണ്ട് വരാനായിട്ട്. ആരും ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചൂടാക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്ത് വരാം. അപ്പോൾ നന്നായിട്ട് കറിവേപ്പില നന്നായി ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ ഗ്യാസ് കത്തിച്ച് വയ്ക്കുന്നില്ല, ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കടായിയുടെ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ. ഇനിയാണ് ഇതിനകത്തേക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം ചേർക്കുന്നത് ചെറുപയറാണ്. 50 ഗ്രാം ചെറുപയർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ചേർക്കുന്നത് ഉലുവയാണ്. ഉലുവ ഞാനിവിടെ 20 ഗ്രാമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ഒരു കടായിയുടെ ചൂടോട് കൂടിയിട്ടാണ് ഞാനിതെല്ലാം ചേർക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകവും നമ്മൾ ഉലുവ എടുത്ത് അതേ സെയിം അളവ് തന്നെ 20 ഗ്രാം കേട്ടോ. എന്നിട്ട് ആ ഒരു കടായിയുടെ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മളതങ്ങ് സോട്ട് ചെയ്യാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, അത് പ്രത്യേകം നോട്ട് ചെയ്യാൻ. നമ്മൾ കറിവേപ്പിലേക്ക് മാത്രമേ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചൂടാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു കടായിയുടെ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് മിക്സി ബൗളിനകത്ത് ഇടുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ വെയിലത്ത് വെച്ചിട്ടും ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഈ രീതിക്ക്. അപ്പോൾ നന്ന നനവില്ലാത്ത ഒരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചൂടാക്കി വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സി ബൗളിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൗഡർ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ബൗൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് അങ്ങ് ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരാണ് കേട്ടോ. അപ്പം നമുക്ക് ചില സമയങ്ങളിൽ മിക്സിയിൽ നമ്മൾ ഇടുന്ന ചില സാധനങ്ങൾ നല്ല ഫൈനായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് അങ്ങ് അരിച്ച് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. നല്ല രീതിക്ക് ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മുടിയിൽ നിന്ന് കഴുകി കളയുന്ന സമയത്ത് അത് പോകാനായിട്ട് ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചലിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചലിച്ച് ബാക്കി വരുന്ന പിശുട് വീണ്ടും നമുക്ക് മിക്സി ബൗളിനകത്തിട്ടൊന്ന് കറക്കിയിട്ട് നമുക്കിതുപോലെ വീണ്ടും ഈ ഒരു പ്രോസസ്സിങ് 2-3 തവണ ചെയ്തു വരാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് എടുത്തിട്ടുള്ള ഫൈനലായിട്ടുള്ള പൗഡറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊരു നനവില്ലാത്ത ഗ്ലാസ് ബോട്ടിലിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമുക്കിത് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നൊന്നുമില്ല. ഒരു 1-2 മാസം വരെയൊക്കെ കേട്ടിടത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് 1 മാസത്തേക്കുള്ളതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 2 തവണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ള മെത്തേഡ് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പാക്ക് എടുക്കുക. നമുക്ക് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉലുവയ്ക്കാണെങ്കിൽ കുതിർത്ത് വെക്കണം. തലേന്ന് തന്നെ കുതിർത്തിട്ടൊക്കെ വേണം ആ പിറ്റേന്ന് അരച്ചിടാനായിട്ടൊക്കെ. നമുക്ക് ഇത് പറയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആണ്. നമ്മളിത് ഒരൊറ്റ തവണത്തേക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട പൗഡർ മാത്രം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എടുക്കാം, അല്ലെങ്കിൽ അരി കഴുകിയിട്ടുള്ള വെള്ളം എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ തലയിൽ നിങ്ങളുടെ മുടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ നല്ല താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തൈരൊക്കെ ഉപയോഗിക്കാം, ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള വാട്ടറിൽ മിക്സ് ചെയ്ത് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ
ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ ഒന്ന് തൊട്ട് പുരട്ടിയാൽ മാത്രം മതി. ഓവറായിട്ട് ആരും ഓയിൽ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് തൊട്ട് പുരട്ടി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 20 മിനിറ്റ്, നിങ്ങൾക്ക് ഇനി ഒത്തിരി തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്കത് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് കഴുകി വരാവുന്നതാണ് കേട്ടോ. ഷാമ്പൂ ഒന്നും ഇടേണ്ട ഒരു കാര്യമില്ല. ഷാമ്പൂ ആയിട്ടും കണ്ടീഷണറായിട്ടും നമ്മൾ ഇതിനകത്ത് ചെറുപയറും ഉലുവയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷാമ്പൂവിൻ്റെ കണ്ടീഷണറിൻ്റെ ഒരാവശ്യമില്ല. നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആൾക്കാർ ചോദിക്കും ഏത് ഷാമ്പൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് കണ്ടീഷണറോ ഉപയോഗിച്ചെന്ന് കേട്ടോ. അത്രയും സൂപ്പർ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.